ഹായ് എല്ലാവർക്കും വെൽക്കം ടു നെക്സ്റ്റ് മീറ്റുവിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഞാൻ സൗമ്യയാണ്. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 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 എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ എൻ്റെ ഈ ഇപ്പോഴത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഞാൻ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. അപ്പം നമുക്ക് പല പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും നമ്മുടെ കുഞ്ഞ് എപ്പോഴും ഹെൽത്തായിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം. അമ്മമാർ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പോൾ പ്രഗ്നൻസി ടൈമാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. ഞാനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാനൊരു ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാനിങ്ങനെ മാമ്പഴം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം ടൈമിലാണ് ഓർത്തത് നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കാം. അതോടൊപ്പം തന്നെ മാമ്പഴം കഴിച്ച് സംസാരിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഒരു മാമ്പഴമൊക്കെ ചെത്തി കഴിച്ചിട്ട് വരാട്ടോ. അപ്പോൾ ഇതാ മാമ്പഴം ചെത്താണ്. അപ്പോൾ മാമ്പഴമൊക്കെ ചെത്തി കഴിക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാവരും മാമ്പഴം ഇതുപോലെ തൊണ്ട് കളഞ്ഞിട്ട് വേണം തൊണ്ട് കളഞ്ഞിട്ട് വേണം കഴിക്കാനായിട്ടും. ഈ തൊണ്ട് കളഞ്ഞില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പുഴു ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ പുഴു ഉള്ളത് കൊണ്ട് നിങ്ങൾ പുഴു ചിലപ്പോൾ കാണൂല, കടിച്ച് വരുമ്പം പുഴുവിനെ കാണൂല, പുഴുവിനെ നിന്നു വരും. അതുകൊണ്ട് നിങ്ങൾ ചെത്തി കഴിക്കാനായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഇങ്ങനെ മാമ്പഴം തിന്ന് ഇരിക്കല്ല വേണ്ടത്. എനിക്കൊരു ഇമ്പോർട്ടൻ്റ് കാര്യം നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ ഞാൻ കൈ മുഖമൊക്കെ കഴുകിയിട്ട് വരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കൈ മുഖമൊക്കെ കഴുകി ഇനി ഞാൻ പറയാൻ വന്ന കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ മാങ്ങയുടെ കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു കേട്ടോ. മുഖത്ത് മാങ്ങയുടെ ഇതൊന്നും കാണുന്നില്ലല്ലോ അല്ലേ. അപ്പോൾ ഓക്കെ, കൈ മുഖമൊക്കെ നന്നായിട്ട് കഴുകി ഇനിയാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും ഗർഭിണികളായിട്ടുണ്ടെങ്കിൽ അവരോട് പ്രത്യേകമായിട്ട് പറയണം. എന്ത് പറയണം? അടുത്തുള്ള അംഗൻവാടിയിൽ പോയിട്ട് പേര് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറയണം. അപ്പോൾ നമുക്ക് അമ്മയും കുഞ്ഞിന്നുള്ളൊരു കാർഡൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ പറയണതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അംഗൻവാടിയിൽ പോയിട്ട് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, ഏത് ജില്ലയിലാണ് ഏത് സ്ഥലത്താണ് താമസിക്കുന്നതെന്ന് വിചാരിച്ച ആ സ്ഥലത്തിൻ്റെ ആ പരിസരത്തുള്ള അംഗൻവാടിയിൽ പോയിട്ട് ചോദിക്കണം. എന്ത് ചോദിക്കണം? പ്രഗ്നൻസി ആയിട്ടുള്ളവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങളുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് ഇങ്ങനെ ഹെൽത്ത് കാർഡ് എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിക്കുക. അപ്പോൾ അവർ ഇങ്ങനെ മറുപടി തരും കേട്ടോ. അപ്പോൾ അംഗൻവാടിയിൽ പേര് രജിസ്റ്റർ ചെയ്യാനായിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞാൽ മതി. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗർഭിണിയാണെങ്കിൽ, ഇപ്പം ഞാൻ ഗർഭിണിയായിരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് പറ്റുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഈ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാനൊരു ഇൻസ്റ്റഗ്രാം വഴിയാണ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. എന്നോട് ആരും പറഞ്ഞിട്ടില്ല. എൻ്റെ കൂട്ടുകാരികൾ പോലും പറഞ്ഞില്ല, എൻ്റെ വീട്ടിലുള്ളവർ പോലും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഗർഭിണികൾ അടുത്തുള്ള അംഗൻവാടിയിൽ പോയിട്ട് പേര് രജിസ്റ്റർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള ആശുപത്രിയിലൊക്കെ പോയിട്ട് ഗവൺമെൻറ് ആശുപത്രിയിൽ പോയിട്ട് പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്. അപ്പം ഞാൻ നിങ്ങളോട് പറയാണ്, എൻ്റെ വീഡിയോസ് കാണുന്ന നിങ്ങളോട് പറയാണ്, ആരായാലും പോയി നിങ്ങൾ ഗർഭിണിയാണോ ഏത് മാസത്തെ ഇപ്പോൾ വൈകിട്ടില്ല, നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ പോയിട്ട് അംഗൻവാടിയിൽ പോയിട്ട് നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തുള്ള അംഗൻവാടിയിൽ പോയിട്ട് പേര് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ പേര് രജിസ്റ്ററൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് അവിടെ നിന്നുള്ള ആനുകൂല്യങ്ങൾ കിട്ടും. പിന്നെ മൂത്ത കുട്ടി ആദ്യമായിട്ടാണെങ്കിൽ മൂത്ത കുട്ടിക്ക് ഇന്ന തുക എന്ന് കിട്ടും, രണ്ടാമത്തെ കുട്ടിക്ക് അങ്ങനെ കിട്ടും. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണ് പ്രഗ്നൻസി ആയിട്ടെന്ന് വിചാരിച്ചാൽ ഫസ്റ്റ് ആണെങ്കിൽ നിർബന്ധമായിട്ടും, തുടക്കക്കാരാണെങ്കിൽ നിർബന്ധമായിട്ടും അംഗൻവാടിയിൽ പോയിട്ട് പേര് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ. അപ്പോൾ പിന്നെ അംഗൻവാടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പോഷകമായിട്ടുള്ള ആഹാരം കിട്ടും. അതായത് എനിക്കിപ്പോൾ കഴിഞ്ഞ ദിവസം കിട്ടിയതെന്ന് പറഞ്ഞാൽ എത്ര കിലോ അങ്ങനെയൊന്നും പറയണില്ല, എന്തോരം കിട്ടിയെന്നൊന്നും പറയില്ല. ഇന്ന സാധനങ്ങൾ കിട്ടിയെന്ന് മാത്രമാണ് കേട്ടോ പറയുന്നത്. ഗോതമ്പ്, ശർക്കര,
അതുപോലെ തന്നെ കപ്പലണ്ടി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ കിട്ടി. അപ്പോൾ അതൊന്തോരം തൂക്കം ഒന്നും പറയണില്ല. അപ്പോൾ കുറച്ച് സാധനങ്ങൾ നമുക്ക് നമ്മുടെ ഹെൽത്ത് നന്നാവാൻ വേണ്ടിയിട്ട്, അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അംഗൻവാടിയിൽ നിന്ന് നമുക്ക് ഗവൺമെൻറ് തരുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇനി ഒരു പ്രാവശ്യം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആ കിട്ടിയ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു, പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇനി എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ ആ വീഡിയോ എടുക്കുന്നതായിരിക്കും കേട്ടോ. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വേണമല്ലോ നമ്മൾ ഓരോ വീഡിയോസ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ പിന്നെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ അംഗൻവാടിയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഉടൻ തന്നെ നമ്മുടെ അടുത്തുള്ള ഹെൽത്ത് ആരോഗ്യ ആശുപത്രിയിൽ പോകണം. നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ പോയിട്ട് നമ്മൾ ഗർഭിണിയാണെന്ന് അവരോട് പറയണം. അപ്പോൾ അവിടെ നിന്ന് അമ്മയും കുഞ്ഞെന്ന് പറയുന്ന ഒരു ബുക്ക് കിട്ടും. അപ്പോൾ ആ ബുക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്, പിന്നെ ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് കിട്ടും. പിന്നെ നിർബന്ധമായിട്ട് നമ്മൾ കുത്തിവെപ്പുകൾ എടുക്കാനുണ്ട്. അപ്പോൾ കുത്തിവെപ്പുകളൊക്കെ എടുക്കാനായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ ആശാ വർക്കറിനോട്, നമ്മുടെ വാർഡിൻ്റെ ആശാ വർക്കറിനോട് നമ്മൾ ഇങ്ങനെ കാര്യങ്ങൾ പറയണം. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ അംഗൻവാടിയിൽ പോയിട്ട് ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് എന്തായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടുത്തെ ടീച്ചർമാർ നിങ്ങൾക്ക് പറഞ്ഞു തരും, അംഗൻവാടിയിലെ ആൾക്കാർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, എനിക്ക് ചെറിയ കാര്യങ്ങളാണ് കേട്ടോ പറയാനറിയത്തുള്ളൂ, അതുകൊണ്ടാണ് ഇത്ര കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോ പ്രയോജനപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നോട് ആരും പറഞ്ഞു തന്നിട്ടുണ്ടായില്ല, അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇനി ആരെങ്കിലും ഗർഭിണികളായിട്ടുണ്ടെങ്കിൽ, അതും നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി പേര് രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പിന്നെ 4-5 കൊല്ലം നമ്മൾ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്താണ് താമസിക്കുന്നതെങ്കിൽ മാത്രമാണ് കേട്ടോ അത് കിട്ടുള്ളൂ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അവർ. അപ്പോൾ ഇത്രയൊക്കെയാണ് കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ എല്ലാവരും പ്രാർത്ഥിക്കുക. ഓക്കെ, എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ഗർഭിണികളെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് വെള്ളം കുടിക്കണം. ഇത് കണ്ടു, ഇതുപോലത്തെ ഒരു കുപ്പിയൊക്കെ നിങ്ങൾ മേടിക്കും. ഒരു കുപ്പിയൊക്കെ മേടിച്ച് നന്നായിട്ട് വെള്ളം കുടിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു കുപ്പി കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്തോരം ലിറ്റർ വെള്ളം കുടിച്ചു എന്ന് അറിയാൻ പറ്റും, എന്തോരം പ്രാവശ്യം വെള്ളം കുടിച്ചു എന്നൊക്കെ അറിയാൻ പറ്റും. പിന്നെ നന്നായിട്ട് ഫുഡ് കഴിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഗുളിക, ഫോളിക് ആസിഡ് ആണെങ്കിൽ ഗുളിക, വിറ്റാമിൻസ് ആണെങ്കിൽ അതൊക്കെ നിർബന്ധമായിട്ട് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾ ഗുളികകൾ കഴിക്കാനായിട്ട്, മെഡിസിൻസ് എടുക്കാനും കഴിക്കാനായിട്ട് ഓർമ്മപ്പെടുത്തുന്നു നിർബന്ധമായിട്ട്. അല്ലാതെ നിങ്ങൾക്ക് ഇന്ന വേദനയാണ്, ആ വേദന ഈ വേദനയെന്നും പറഞ്ഞിട്ട് കണ്ട മരുന്നുകൾ പോയിട്ട് പെരുത്തരുത്. അത് കുഞ്ഞിക്കും ദോഷമാണ്, അമ്മയ്ക്കും ദോഷമായിരിക്കും. ഓക്കെ, ധാരാളം ചൂടാറിയ വെള്ളം കുടിക്കാനായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ കുഞ്ഞു കാര്യങ്ങളാണ് കേട്ടോ. ഇനി നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ നമ്മുടെ വെൽക്കം ടു നൈസ് ടു മീറ്റ് യുവിൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതാണെങ്കിൽ മറ്റുള്ളവർക്കും എനിക്കും കൂടി പ്രയോജനപ്പെടും. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ നമുക്ക് നിർത്തിയാലോ. അപ്പോൾ എല്ലാവരും മാങ്ങയൊക്കെ കഴിക്കുക, ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കുക, പഴവർഗ്ഗങ്ങൾ കഴിക്കുക, ഇലക്കറികൾ കഴിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ കഴിക്കാനായിട്ട് എനിക്ക് തുടക്കത്തിൽ മീൻ ഇറച്ചൊക്കെ പൊതുവെ എനിക്കിഷ്ടമല്ല, ചിലപ്പോൾ കഴിക്കുന്നുള്ളൂ. എന്നാൽ പോലും എനിക്ക് മീനിൻ്റെ തുടക്കത്തിൽ എനിക്ക് മീനിൻ്റെ മണം അടുക്കളയിൽ കയറാനേ പറ്റുന്നുണ്ടായില്ലായിരുന്നു കേട്ടോ. പിന്നെ കാല് നീര് വെക്കുമ്പോൾ, കാല് നീരാണെങ്കിൽ നിങ്ങൾ നേരെ വെക്കാനായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. കാല് ഇങ്ങനെ താഴ്ത്തിയിടാതെ നേരെ വെക്കാനായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. നേരെ വെച്ച് കഴിയുമ്പോൾ നീരൊക്കെ കുറേയൊക്കെ കുറയും. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ ഏത് ആശുപത്രിയിലാണോ പോയി കാണിക്കണമെന്ന് വിചാരിച്ച് അടുത്തുള്ള ഏതെങ്കിലും ആശുപത്രിയിൽ പോയി കാണാം. പേടി തട്ടാതിരിക്കാനായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളെ ചിലപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഡോക്ടർമാർക്കുടെ നേഴ്സുമാർക്കുടെ നിർദ്ദേശങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് പേടി വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ പേടിക്കാതെ നല്ലോണം നല്ല വിചാരത്തോടെ, നല്ല പോസിറ്റീവ് എനർജിയോടെ ഇരിക്കാനായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. എനിക്ക് നല്ലൊരു പേടിയുള്ള ഒരു കൂട്ടത്തില്ല. അപ്പോൾ ഞാൻ
പോസിറ്റീവായിട്ട് ഇരുന്നാലാണ് എൻ്റെ കുഞ്ഞും പോസിറ്റീവായിട്ട് ഇരിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് വിശ്വസിക്കുന്നു, പറയുന്നു. ഓക്കെ. പിന്നെ നിങ്ങൾ ചക്ക കഴിക്കുന്നവർക്കൂടെ ശ്രദ്ധിക്കും. നമുക്ക് ഈ സമയത്തൊക്കെ ചിലപ്പോൾ ചക്ക ഇഷ്ടമുള്ളവരോട് കേട്ടോ, ചക്ക കഴിക്കുന്നവർക്കൂടെ ശ്രദ്ധിക്കും. ഗ്യാസുള്ള ഐറ്റംസ് നിങ്ങൾ കഴിവതും ഒഴിവാക്കുക. കഴിക്കണതിന് കുഴപ്പമില്ല, കഴിച്ച് കഴിയുമ്പോൾ പരമാവധി നന്നായിട്ട് നടക്കാനായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ എന്നോട് തന്നെ എപ്പോഴും പറയാറുണ്ട്, നടക്കണം കേട്ടോ സൗമ്യയെന്ന്. അങ്ങനെ അപ്പോൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ നിങ്ങൾ നടന്നിട്ട് കുറച്ച് നേരം നന്നായിട്ട് നടക്കുക, പിന്നെ ഇരിക്കുക, കിടക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ ചെരിഞ്ഞ് കിടക്കാനായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ഇടത് സൈഡ് ചെരിഞ്ഞ് കിടക്കാനായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ എന്നോട് പറയാം. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. മെയിനായിട്ട് നമ്മുടെ ഗർഭിണികളും തുടക്കക്കാരാണെങ്കിൽ നിർബന്ധമായിട്ടും അംഗൻവാടിയിൽ പോയിട്ട് പേര് രജിസ്റ്റർ ചെയ്യാനും ആ കാര്യം പറയാനായിട്ട് ഞാൻ വന്നത്. ഇപ്പോൾ കാർഡ് കയറി ഇത്ര മിനിറ്റായി. എല്ലാവരും ക്ഷമിക്കുക, വീഡിയോ ലെങ്ത്ത് കൂടിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ, ടാറ്റ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ്.